ഹായ് എവരിവൺ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി അവരെ കണ്ടതാണ്. കാരണം കുറേ മുമ്പ് ഞാൻ ജോലി സെറ്റാക്കി കൊടുത്ത് ഏകദേശം ഒരു ഏജൻസി വഴി വന്നിങ്ങനെ ആകെ ഒരു ടെൻഷനൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് അവരെ കണ്ടുമുട്ടി. അങ്ങനെ അവർക്ക് ജോബൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ അവരെ കാണാനിടയായി. അപ്പോൾ ഞാൻ നിങ്ങളെ അവരെ കൂടി പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അവരുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് അവരായിട്ട് തന്നെ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. അവർ ഇത്രയും കാലത്തിന് ശേഷമുള്ള അവരുടെ സാലറീൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, പിന്നെ അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, കമ്പനിയായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ട് പോകുന്ന സാഹചര്യമാണോ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് അവരായിട്ടുള്ള ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അവരെ ഉടനെ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ പേര്, നിങ്ങളുടെ പേര് പറഞ്ഞു? എൻ്റെ പേര് ആബേലി, ഞാൻ തൃശ്ശൂരിന്നാണ് വരുന്നത്. നിജാസ്, ഞാൻ കോഴിക്കോട്. അപ്പോൾ ആബിൽ, നിജാസ്, ഇപ്പോൾ രണ്ടുപേരാണ്. ബാക്കിയുള്ള ആളുകൾക്ക് റൂമിലാണ് ഉള്ളത്. അപ്പം എനിക്കിന്ന് ഇവർ രണ്ടുപേരെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്താ നിങ്ങളെ കുറേ കാലത്തിന് ശേഷം ഇവരെ കാണാണ്, അപ്പം ഇവരുടെ അവസ്ഥ എന്താണ്, കാര്യങ്ങളൊക്കെ സാലറിയൊക്കെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, എന്താണ് അവസ്ഥ, സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവരോട് ചോദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു, ജാസ്ക നമ്മൾ റെഡിയാണ്, നിങ്ങൾ എവിടെയും വേണമെങ്കിൽ വന്നോ, നമുക്ക് വീഡിയോ ചെയ്യാം, നമ്മൾ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കാം എന്താണ്, കുറച്ച് അടുത്തേക്ക് വന്നോ. അപ്പോൾ എന്തായാലും ആബിലിനോട് കാര്യങ്ങൾ നിജാസ്കയോട് ചോദിച്ചു. ആബിൽ പറഞ്ഞോളൂ എന്താ. അപ്പോൾ നിങ്ങളൊരു എന്താണ് നിങ്ങളുടെ കൺസെപ്റ്റ്, ഇവിടെ ഇത്രയും കാലം ജോലി ചെയ്തതിൽ നിങ്ങളെ എന്താണ് സാലറിയും കാര്യങ്ങളും എങ്ങനെ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും സാലറിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇട്ടുണ്ട്. ഞങ്ങൾക്ക് 15 ദിവസം കൂടുമ്പോഴാണ് സാലറി വരുന്നത്. എല്ലാ 15 ദിവസം 15 ദിവസം കൂടുമ്പോൾ സാലറി കിട്ടുന്നുണ്ട്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് തന്നെ സാലറി കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്. നാട്ടിൽ നമുക്ക് പണിയെടുത്താൽ കിട്ടുന്നതായിട്ടും ഡബിൾ സാലറി ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എന്താ വെച്ചാൽ പോയിട്ട് ഇനി തിരിച്ചു വരണം, ഇവിടെ അങ്ങോട്ട് കൂടാന്ന് അങ്ങോട്ട് വിചാരിച്ച് കിടക്കണത്. ഇപ്പോൾ എന്തുകൊണ്ടും അടിപൊളിയാണ്. നല്ല ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും, നല്ല വർക്ക്, നല്ല സാലറി, മതി. പിന്നെ അതുകൂടാതെ ഇവരിപ്പം നേരത്തെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടിട്ട് ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ വന്ന് പെട്ടുപോയ ആൾക്കാരാണ്. എന്തോ ഭാഗ്യത്തിന് അന്നത്തെ കാലത്ത് ആ സമയത്ത് ഇവർ വന്ന സമയത്ത് ഇവരെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി എന്തോ എന്താ പറയുക, അവരൊരു ലക്കിലി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവർ ജോബൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. പക്ഷേ ഒരു കമ്പനി നമ്മളൊരു സ്വന്തം റിസ്കിൽ, ഞാനൊരു വർഷം സിറ്റിസൺ ആയത് കാരണം നമ്മുടെ സ്വന്തം റിസ്കിലാണ് ഇവരെ ജോബിന് കയറ്റിയത്. അപ്പോൾ എന്തായാലും ഇന്നൊരു അത്യാവശ്യം എത്ര നിങ്ങളുടെ സാലറിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞോളൂ നിങ്ങളുടെ സാലറി എത്രയാണെന്നുള്ളത്. ഒരു മാസം നിങ്ങൾ എത്ര ഏൺ ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാനുള്ള കാരണം പലർക്കും അറിയില്ല. പക്ഷെ അത്രയൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്നും പറ്റൂല. അപ്പം ഇവർ അതിനുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ഇപ്പോഴാണ് ഇവർക്ക് ഈ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സാലറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ സാലറിയുടെ കേസ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ദിവസം 3000 രൂപയാണ് തരുന്നത്. അത് വലിയ കുഴപ്പമില്ലാത്തൊരു സാലറിയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റോ കാര്യങ്ങളോ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് അവർ കൊടുക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ അവർ കൊടുക്കും. ഞങ്ങൾക്ക് 2 നേരം ഭക്ഷണം കമ്പനിയിൽ നിന്ന് തരുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം ഉണ്ടെങ്കിലും അതിനും കൂടുതൽ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. റൂമിൽ വന്നിട്ട് വേറെ ഫുഡ് കഴിക്കുന്ന ടൈമോ കാര്യങ്ങളും ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഉറക്കം, നല്ല താമസം, കാര്യങ്ങളും നല്ല സഹകരണമാണ്. ആദ്യം നിങ്ങൾ വന്നപ്പം കുറേ കഷ്ടപ്പെട്ടില്ലേ? വന്നിട്ടപ്പോൾ ഒരു ഫുഡും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇവരുടെ ജോലിയിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാരണം കമ്പനിക്ക് ഇവർ ഇഷ്ടപ്പെട്ട കാരണമാണ് ഇവർക്ക് അത്യാവശ്യം ഫസ്റ്റ് 2500-2000 ആണ് ഇവർക്ക് സാലറി നേരത്തെ കിട്ടിക്കൊണ്ടുണ്ടായത്. ഇപ്പോൾ സാലറി അത്യാവശ്യം 3000 വെച്ച് പെർ ഡേ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ. അതെ, ഞങ്ങൾക്ക് ഇത്ര സാലറി ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നല്ല വലിയ അലമ്പൊന്നും ഉണ്ടാക്കാണ്ട് അവിടെ നിൽക്കണ കാരണം, നന്നായി പണിയെടുക്കണ കാരണമായിരിക്കണം 3000 റുപ്യോളം ഇപ്പോൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ചിലവൊന്നും വരുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ഇനിയും അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിജാസ്കാക്ക് എന്തൊക്കെ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു. പ്രശ്നമില്ല. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? പുള്ളിക്ക് ഒരു ചമ്മലാണ് വീഡിയോൻ്റെ മുമ്പിൽ വരാം. അപ്പം 2-3 ആൾക്കാരും കൂടി ഉണ്ട് അവർക്ക് റൂമിലാണ്. അവർക്കും ചമ്മൽ കാരണം വരാതിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇപ്പം അത്യാവശ്യം നല്ലൊരു സാലറി, ഹൈ ലെവൽ, അതായത് നാട്ടിലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വാങ്ങുന്ന ഒരു സാലറിയാണ് ഇവരിപ്പം ഇവിടെ അൺസ്കിൽഡ് ജോബ് ചെയ്തിട്ട് ഇവിടുന്ന് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ ദുബായിലും മറ്റേ സൗദി അറേബ്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം അവിടെ 25,000-30,000 ഒക്കെയാണ് സാലറി പലരും വാങ്ങുന്നത്, ഭൂരിഭാഗം ആൾക്കാരും. പക്ഷേ ഇവരെ എന്താ പറയുക, ലെക്കെന്ന് പറയാം. പക്ഷെ ഇന്ന് പല സ്ഥലത്തു നിന്നും ഇന്ത്യക്കാർ ജോലിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യം ഇവരെ കമ്പനി നല്ല കമ്പനി
കമ്പനിയായി. അതൊക്കെ കാരണം തന്നെയാണ് ഇവർ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതുപോലെ ഇവരെ കമ്പനിയിൽ പോലെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇവരെ കൂടിയുള്ള കുറച്ച് ആൾക്കാർക്ക് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇവരെ കമ്പനി ഇവരെ മാക്സിമം നമ്മളെ ഒരു സപ്പോർട്ട്, ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ കമ്പനിയിൽ ഡയറക്ടറായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇന്നും ഇവിടെ ഈ കമ്പനി തന്നെ തുടരാൻ വേണ്ടിയിട്ട് കമ്പനി അനുവദിച്ചു. അതുപോലെ തന്നെ ഇപ്പം ഒരു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, അതായത് ഏകദേശം ഒരു 5-8 മാസം ആയി ഇവർ ഈ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം ഏകദേശം ഇവിടെ വന്ന ചിലവും കാര്യങ്ങളൊക്കെ, അതായത് ഏജൻസികൾ സ്റ്റുഡൻറ്റ് ഫീസൊക്കെ 5 ലക്ഷത്തിൽ സംതിങ് വാങ്ങിച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ അത്രയൊന്നും ഒരിക്കലും ആവത്തില്ല. പക്ഷേ എന്നാലും ഇവർ കടങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ തീർത്തു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ അത്യാവശ്യം ഇവരെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. പക്ഷേ അത് നിങ്ങളുടെ മുമ്പിൽ, കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ ബാഡ് കമൻറ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നിങ്ങൾ പറയാമല്ലോ, ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് അതൊന്നൊന്ന് പറയാം. ബാഡ് കമൻറ്റ് എഴുതുന്ന ആൾക്കാരോട് ഇജാസ് ബ്രോയുടെ വഴി വരികയാണെങ്കിൽ, ഞാനിപ്പോൾ വേറെ സ്റ്റുഡൻറ്റ് വിസയിലാണ്, പക്ഷേ ജോലി ആക്കിത്തരും. അത് ജോലി ആക്കിത്തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലറ ചില്ലറ കമ്പനിയിലല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത് നോക്കുന്നത്, നമ്മൾ വർക്ക് ചെയ്യുന്ന പൈസ നമ്മുടെ കയ്യിൽ പൊട്ടണ്ട നിൽക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേഷനോ വേറെ രജിസ്ട്രേഷനോ മെഡിക്കലോ പിന്നെ ഈ വിരലടയാളം വെക്കുന്ന ജിയോമെട്രിക്സ് എന്ത് പറയുന്നതിന് ബയോമെട്രിക്സ് അതേപോലെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് കമ്പനി വക നമുക്ക് ചെയ്തു തരും. അതൊക്കെയാണ് ഞാൻ അതിൽ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ പൈസ ചിലവില്ല പണിയുടെ പൈസ കറക്റ്റായി വീട്ടിലേക്ക് അയക്കുക. ആ ഒരു സന്തോഷം ഉണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. 6 മാസം 7 മാസം ഇവിടെ വന്നിട്ട് പട്ടിയെ പോലെ പണി ഇവിടെ എത്ര ആൾക്കാർ ഇവിടെ വന്നിട്ട് പണിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളെ കെയർ ഓഫിൽ വന്നിട്ട് ഇപ്പോൾ എത്രയോ ആൾക്കാർ പെർമനൻറ്റ് ജോബാണ്, ഡെയിലി വർക്ക് ഉണ്ട്, ഇവർക്ക് പണിയില്ലാത്തൊരു പ്രശ്നമില്ല. പക്ഷേ പെർമനൻറ്റ് ജോബാണ്. എത്രയോ ആൾക്കാർ പല ഏജൻസി വഴിയും വന്നിട്ട് ഇവിടെ കഷ്ടപ്പെടുന്നത്. ഇത്രയും 45,000 40,000 35,000 പോലും നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി ജോലിയില്ലാത്ത ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും 6 മാസം വരെ വന്നിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാത്ത സുഹൃത്തുക്കൾ തന്നെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരന്മാർ ജോലിയില്ലാണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് കയറിയ കാരണം ഞങ്ങൾക്കതൊരു ലോട്ടറി എന്നൊക്കെ പറയാമല്ലോ, അതെൻ്റെ സംഭവം. സത്യം പോയിട്ട് ഞാൻ തിരിച്ചു കൊടുക്കാനേ വരുന്നത്. ഇനി വലിയ വർഷങ്ങളോളം ഇവിടെ പണിയെടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്കുണ്ട്. നമുക്കവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതിനുള്ള നമുക്കുള്ള സപ്പോർട്ടും കമ്പനി തരുന്നുണ്ട്. നമ്മളെ ചില കമ്പനികളൊക്കെ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് നല്ലോണമുണ്ട്. കാരണം അന്യ രാജ്യങ്ങളിലെ ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു ഇതൊന്നും നമുക്കിവിടെ ഇല്ല. എല്ലാവരും സെയിം എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. നമ്മളെ സ്വന്തം മക്കളെ പോലെയാണ് എന്നെയൊക്കെ അവിടെ നോക്കണത്. അത് കാരണം സന്തോഷം. പോയി തിരിച്ചു വരാനൊരു ഇൻട്രസ്റ്റ്, പോയി വരണം. അപ്പം ഇവരെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? കാരണം ഇവർ ആ കമ്പനിയായിട്ട് കാണിക്കുന്ന ആ കോപ്പറേഷൻ അത്രയും നല്ലൊരു കോപ്പറേറ്റ് ആയിട്ട് പോകുന്നത് കാരണം മാത്രമാണ് കമ്പനി ഇവരോട് ഇത്രയും നല്ല കോപ്പറേറ്റ് ആയിട്ട് കമ്പനി ഇവരോട് ഇടപഴകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ കമ്പനീൻ്റെ അടുത്ത് കാണിക്കുന്നത് അതേപോലെ ആയിരിക്കും കമ്പനി നിങ്ങളുടെ അടുത്തും കാണിക്കുക. അല്ലാതെ നിങ്ങൾ ഉടായ്പ കളിക്കുകയാണെങ്കിൽ, ഉടായ്പിൻ്റെ വഴിയിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പോരാം, നിങ്ങളെ പണിയിൽ നിന്ന് പുറത്താക്കും. പിന്നെ നിങ്ങൾക്ക് ആ ജോലി പിന്നെ തിരിച്ച് കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് തന്നെ എല്ലാം വാരി പിടിക്കാൻ നോക്കണ്ട. ചെറിയ ശമ്പളത്തിൽ, അതായത് നിങ്ങളെല്ലാം കഴിച്ചൊരു 50,000 60,000 കിട്ടുന്ന ആ ഒരു മൈൻഡ് വെച്ചിട്ട് വന്നാൽ മതി. ഒരു 55-60 അത്രേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പിന്നെ ഇപ്പോഴത്തെ സാലറി കുറച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം ഒരു 70,000 80,000 പ്രതീക്ഷിച്ചാണ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളായിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ എല്ലാം തകിടം പറഞ്ഞത്. ഒന്നുമില്ലാതെ ഇവർ പല ജോലികളും ചെയ്തിട്ടുണ്ട്. അതായത് ഡെയിലി വർക്കില്ലാതെ കൺസ്ട്രക്ഷൻ വർക്കിന് പോയിട്ടുണ്ട്, ഓസോണിൽ പോയിട്ടുണ്ട് വർക്കിന്. അവിടെ ജോലി അവിടെയെല്ലാം നമ്മളോട് പറയുന്നത് നമുക്ക് താമസവും ഭക്ഷണവും രജിസ്ട്രേഷനും എല്ലാം ഫ്രീ ആണെന്ന് പറയാം. പക്ഷേ നമ്മുടെ ഓൾറെഡി 15 ദിവസത്തെ സാലറി അവർ പിടിച്ചു വയ്ക്കും. അതിനുശേഷമാണ് നമുക്ക് സാലറി തരുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രീ ആന്ന് പറഞ്ഞാൽ പൈസ മൊത്തം ഒരു സാലറി തരുമ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യും. അപ്പോഴാണ് അവരുടെ തനിക്കുണം കാണാൻ പോകുന്നത്. പിന്നെ നമ്മുടെ എന്തായാലും ഒരു 15 ദിവസമാണ്, ചിലയിടത്ത് ഒരു മാസം വരെ സാലറി പിടിച്ചു വയ്ക്കും. അങ്ങനത്തതിലും ചതിക്കുഴിയിൽ ചാടാണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം. അല്ല, ഇപ്പോൾ സാലറി പിടിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല കമ്പനികളും ഇപ്പോൾ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ ഓസോണിൽ നിങ്ങൾക്ക് പ്രോപ്പർ സാലറി കിട്ടിയില്ലല്ലോ. സാലറി 4 മാസത്തോളം വർക്ക് ചെയ്തിട്ട് സാലറി കിട്ടാത്ത ആൾക്കാരാണ്, അവിടുന്ന് പോയ ആൾക്കാരാണെങ്കിൽ 4 മാസത്തോളം പട്ടിപ്പണി. അവിടുത്തെ പണിയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. പണി നമുക്ക് 12 മണിക്കൂറാണ് വരുന്നത്. 12 മണിക്കൂറിൽ അരമണിക്കൂർ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട്. പല സെക്ഷനാണ്. പിക്കിങ് വരുന്നുണ്ട്, ലോഡിങ് വരുന്നുണ്ട്, റോക്കിലി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിച്ചുകൊണ്ടുപോണ വണ്ടി, അങ്ങനത്തെ കുറേ സെക്ഷനുള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് ഫൈൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മൾ എത്ര പണിയെടുത്താലും ചിലപ്പോൾ നമ്മളൊരു ദിവസം 5,000 ഏൺ ചെയ്തു 4,000 ഏൺ ചെയ്തു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടാവും. പക്ഷേ അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം അവരത് ബാലൻസ് ചെയ്ത് അതിനുള്ള ഫൈൻ എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മളെ
ഫക്കീക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്തു തരും. അനുഭവങ്ങളാണ് പറയുന്നത്. ഓസോണിൽ പണിയുന്നുണ്ട് നടുപൊടിയും. അതിന് എൻ്റെ അഭിപ്രായത്തിൽ നാട്ടിൽ യൂണിയൻ പണി എടുക്കുക. 800-1000 റുപ്യെങ്കിലും എടുത്തിട്ട് വീട്ടിൽ ചോറിന് കിടന്നുറങ്ങാം. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവരെ അവസ്ഥ. ഈ ഓസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും നിങ്ങൾക്ക് പ്രോപ്പർ സാലറി ഒന്നും കിട്ടില്ല. എല്ലായിടത്തും പറയുന്നില്ല, ചില ഓസോണിൽ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ പ്ലേസിലും അങ്ങനെയാണ്, പ്രോപ്പർ സാലറിയും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, വരുന്നതിന് മുമ്പിൽ ഒരുപാട് പൈസയൊന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു 50,000, 55-60 ഉള്ളിൽ പ്രതീക്ഷിച്ച് വന്നാൽ മതി, എല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ. കാരണം ഓവർ എക്സ്പെക്റ്റേഷൻ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവുക. കാരണം നിങ്ങൾ മുടക്കണ റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് കൺട്രിയാണ്, ലൈഫ് സ്റ്റാൻഡേർഡിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് കൺട്രിയാണ്. ഇവർക്ക് ഇവിടെ റഷ്യ വിട്ട് പോകാൻ തോന്നുന്നില്ല. കാരണം ഇവർ തന്നെ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം ഇവർ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ജോലിയും വേലയൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടാൽ മതി എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവരെ തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ പലരും നാട്ടിൽ വരെ തിരിച്ചു വരാൻ അവർ 2-3 പേരെ തിരിച്ചു വരണം. അവർക്ക് നല്ലൊരു ജോലി രണ്ട് ഇഷ്ടംപോലെ പേര് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അവർ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അക്കോമഡേഷൻ ഇല്ല, ഫുഡില്ല, രജിസ്ട്രേഷൻ ഇല്ല, മെഡിക്കലില്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അയക്കുമ്പോൾ ഒരു മാസം 30,000-35,000 രൂപ അയക്കണമെന്ന് നാട്ടിലേക്ക്. പിന്നെ എന്ത് കാര്യമുണ്ടെന്ന് പറയണേ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സ്ഥാനത്ത്. നമുക്ക് 1 റുപ്യ പോലും ചിലവില്ലാണ്ട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് നടക്കുന്നു. ഉള്ള കാര്യം പറയാനോ, ഞാൻ പോയിട്ട് തിരിച്ചു തരാൻ നിൽക്കുകയാണ്. ഈ സാധനം നാട്ടിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ തല കുത്തി മറന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നില്ല പറ്റില്ലായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ 12 മണിക്കൂർ ജോലി തരുന്ന ആളുണ്ട്. ഹോട്ടൽ ഡെലിവറി 500 റുപ്യക്ക് ജോലി തരുന്നത്. ഒരു ദിവസം സാലറി ആയിട്ട് 500 റുപ്യ. അതൊക്കെ ഉടച്ച് നോക്കുമ്പോഴേ രാജാവ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവരുടെ ലൈഫ്. കാരണം വെച്ചാൽ ഓരോ ആൾക്കാരുടെ അവരുടെ ലൈഫ് ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ കാണിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ മോസ്കോയിൽ കുറച്ച് കാലം മോസ്കോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ പഴയ നമ്മൾ ജോലിയാക്കി കൊടുത്ത ആൾക്കാർ, നമ്മൾ വഴി വന്ന ആൾക്കാർ, അവരൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. കാരണം നമ്മൾ ആരെയും പറ്റിക്കുകയും തോപ്പിക്കുകയും ചെയ്തിട്ടില്ല. കാരണം പല ഉടായ്പ ആൾക്കാർ അവർ ഇവിടെയുള്ള ആൾക്കാരല്ല, മോസ്കോയിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ കമൻറ്റ് ചില ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കാരണം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ബാഡ് കമൻറ്റ് ചെയ്യുന്നത് കാരണം ഞാനത് റിയൽ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. എന്താണ് റിയൽ സിറ്റുവേഷൻ? എൻ്റെ പേഴ്സണൽ അഭിപ്രായം, വരുന്നവരാരും ഒരിക്കലും സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വരുന്നുള്ള കാര്യം പറയില്ല. തനി തട്ടിപ്പ് എന്നൊക്കെ പറയില്ലേ, മാരകമായ തട്ടിപ്പാണ് നടക്കുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ കയറി വരുന്നത്. ഇവിടെ നമുക്ക് 3 മാസത്തേക്ക് വിസ അടിക്കുന്നു പറഞ്ഞു വന്ന് കൊണ്ടുവരും ആദ്യം. എന്നിട്ട് 1 കൊല്ലത്തേക്ക് അവർ എക്സ്റ്റെൻഡ് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 കൊല്ലം വരെ ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് പറയും. പക്ഷേ ഇവർ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കിട്ടിയാൽ തന്നെ 1 കൊല്ലം കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ 1,85,000 രൂപ വരെ കൊടുക്കണം. പിന്നെ ഈ എക്സ്റ്റൻഷൻ കിട്ടണമെങ്കിൽ എത്രയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളിൽ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ പല വർക്ക് സൈറ്റുകളിൽ നമുക്കത് അവർ അലൗഡ് അല്ല. 1 മൂഞ്ചിക്കലാണ് സ്റ്റുഡൻറ്റ് വിസ. എങ്ങനെ പോയാലും വർക്ക് വിസയിൽ കയറി വരിക. വർക്ക് വിസ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും. അപ്പോൾ 3 കൊല്ലമുണ്ട്. ഇത് ഈ സ്റ്റുഡൻറ്റ് വിസയിൽ നമ്മൾ വെറും തട്ടിപ്പ്. ആ പൈസയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് വർക്ക് വിസയിൽ കയറി വരാം. അത് മാത്രം ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് വൻ ചതിയാണ്. ഞാനിപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ. ഞാനിപ്പോൾ നാട്ടിൽ പോവാണ് ഈ കാരണത്താൽ, എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റെൻഡ് ആവാത്തുള്ള കാരണത്താൽ. ഭയങ്കര ഫ്രോഡ് പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻറ്റ് വിസ. വർക്ക് വിസ എടുത്ത് തരിക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ എടുക്കുമ്പോൾ ഇവർക്ക് ഈ ഏജൻറ്റുമാർക്ക് നല്ല രീതിയിൽ തുക കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഏജൻറ്റുമാർ ഭയങ്കര സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പ്രഷർ ചെയ്യുന്നത്. ഒരു കാരണവശാലും സ്റ്റുഡൻറ്റ് വിസയിലേക്ക് കയറി വരുത് ഉള്ള കാര്യം പറയാനോ മോചിരിക്കും. നിങ്ങൾ ജോലി ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടി വരികയാണെങ്കിൽ നിങ്ങൾ വർക്ക് വിസയിൽ വരുന്നത് തന്നെയാണ് നല്ലത്, ഏറ്റവും നല്ല കാര്യം. കാരണം ഇപ്പോൾ വർക്ക് വിസ ചെറിയ ലാഗിങ് വരുന്നുണ്ടെങ്കിലും വർക്ക് വിസയാണ് കുറച്ചും കൂടി ബെറ്റർ. നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള ഉദ്ദേശത്തോട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് വിസ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് സ്റ്റുഡൻറ്റ് വിസയിൽ നിങ്ങൾ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ നിങ്ങൾ കറക്റ്റ് ക്ലാസ്സിന് പോകണം. പിന്നെ ബ്ലാക്ക് ലിസ്റ്റിലല്ലാത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ എടുത്തു വരണം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകുന്നു എന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. കാരണം പെട്ടെന്നൊന്നും എടുത്ത് ചാടി വരാതിരിക്കുക. പിന്നെ സാലറിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒറ്റയടിക്ക് 1,90,000 ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, അതൊന്നും കിട്ടൂല. അതൊക്കെ സമയം എടുക്കും എന്ന് പറഞ്ഞാൽ നല്ല സമയം എടുക്കും. ഇവരൊക്കെ ഇപ്പം 90,000 1,00,000 ഒക്കെ സാലറി വാങ്ങുന്നുണ്ടെങ്കിലും അതൊക്കെ കുറേ ടൈം എടുത്ത് ഇവർ പണിയിലൊക്കെ എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ കുറേ ഏജൻറ്റുമാരുണ്ട്. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻറ്റുമാർ നമ്മളതിന് വർക്ക് വിസയ്ക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. ഇത് നമ്മൾ പാസ്പോർട്ട് ഓൾറെഡി കൊടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കും ഇവർക്ക് വേണ്ടിയിട്ട്. ഇവരത് മാക്സിമം 1 കൊല്ലം വരെയെങ്കിലും ഇതായില്ല എന്ന് പറഞ്ഞ് കളിപ്പിക്കും. എന്നിട്ട് ഇവരെന്താ ചെയ്യാൻ പോണേ, നമുക്കൊരു കാര്യം ചെയ്യാം, സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ആക്കാം. കാരണം ഇവരിൽ വർക്ക് വിസ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവർ ചെയ്യണത്. അല്ലെങ്കിൽ ഇവന് വർക്ക് വിസയ്ക്ക് കൊടുക്കാം. എങ്ങനത്തെ ആൾക്കാരുടെ കയ്യിൽ, വർക്ക് വിസ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രം കൊടുക്കാം, പോയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുക്കാം. ഇതല്ലാണ്ട് ഈ സ്റ്റുഡൻറ്റ് വിസ ചെയ്യുന്ന ആൾക്കാർ വർക്ക് വിസയ്ക്കാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് ആക്കിയ കുറേ നിരവധി പേരെ എനിക്കറിയാം.
അവരിപ്പോഴും വിസ അടിച്ചിട്ട് കയറാൻ പറ്റാണ്ട് നിൽക്കുന്ന പിള്ളേരുണ്ട്. കാരണം എന്താ അവിടെ വന്ന് ഡീപ്പോർട്ടേഷൻ നടക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് നഷ്ടമാണ്. ഏജന്റുമാർ പൈസ തിരിച്ചു കൊടുക്കണം. അവർ വിസ അടിച്ചിട്ട് കയറേണ്ട നിരവധി പിള്ളേർ തൃശ്ശൂർ ജില്ലയിലുണ്ട് എനിക്ക് അറിയണവർ. അതുകൊണ്ട് ആരും സ്റ്റുഡൻറ്റ് വിസ എടുത്ത് വരും. നഷ്ടക്കച്ചവടം എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടം. വർക്ക് വിസ എടുത്തോ 3 കൊല്ലം പൈസ ഉണ്ടാക്കി വാരി പോവാം, ഗ്യാരണ്ടിയാണ്. എൻ്റെ ജീവിതം ഇപ്പോൾ ഇത് ലൈഫ് ആബിലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ അതുപോലെ നിജാസ്ക എന്ന് പറഞ്ഞ ആൾ പുള്ളിയുടെ കൂടെ ഇരിക്കുന്ന ആൾ. നിജാസ്ക അവിടെ ഫിഷറിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിട്ടാണ്. പക്ഷെ പുള്ളിക്ക് എങ്ങനെ ഒരു വീഡിയോ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടതെന്നുള്ളത് പുള്ളിക്ക് ഒരു ഇതാണ്, ടെൻഷനാണ് പറയേണ്ട കാര്യങ്ങൾ. പുള്ളി ഒന്ന് എന്തെങ്കിലും അത് പറഞ്ഞോ. ചോദിക്കരുത്, ഞാൻ പറയും കാര്യങ്ങൾ. ഒരു ചില ആൾക്കാർക്ക് വീഡിയോന് മുമ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ പുള്ളിയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റ് ഇവിടെയൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന ആൾ തന്നെ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പുള്ളിനെ കൊണ്ടാണ് വീഡിയോ എടുക്കുക. അപ്പോൾ 2-3 ആൾക്കാർ ഇവിടെ ജോബ് സ്ഥലത്തുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം പല ഇന്ത്യൻസും ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം അത് ഈ സൗത്ത് ഇന്ത്യനെ മാത്രമല്ല നോർത്ത് ഇന്ത്യയിൽ വരുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നം കാരണം തന്നെയാണ് ഇവിടെ ഇന്ത്യൻസിന് പല ഹോസ്റ്റലുകളിലും ജോലിയും ഹോസ്റ്റലിൽ താമസം കാര്യങ്ങളൊന്നും കിട്ടാത്തത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് വരാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ മാന്യമായ രീതിയിൽ കോർപ്പറേറ്റ് കമ്പനിയായിട്ട് സഹകരിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയിൽ ഇവിടെ ജോലി ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, ജാസിക്കയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാനിപ്പോൾ പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി പറയില്ല. ആൾക്കൂടെ റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്. കാരണം ആൾ ഇവിടെ വിളിച്ച് നമ്മളിപ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ കണക്ട് ചെയ്യുകയോ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടാൻ സാധ്യത വളരെ അധികമാണ്. കാരണം നമ്മൾ ഇരുന്ന് കണക്ട് ചെയ്യണ ഈ ഏജൻസികൾ റഷ്യ പോലും കണ്ടിട്ടുണ്ടാവില്ല. ആളിവിടെ എത്രയാണ് 15-12 വർഷമായിട്ട് ഇവിടെ ജീവിക്കണ വ്യക്തിയാണ്. റഷ്യ നന്നായി സംസാരിക്കുക, അതുപോലെ റഷ്യൻ പാസ്പോർട്ട് ഉണ്ട്. അത് തന്നെ ഭയങ്കര വാല്യൂ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കരമായിട്ട് എളുപ്പകരമായത്. അത് വലിയൊരു ഉപകാരമാണ്. അതുകൊണ്ട് പറയാണ്, നൈസാണ്, ജോലി സെറ്റാക്കി തരും. മീൻസ് അതെന്ന് വെച്ചാൽ റഷ്യൻ പാസ്പോർട്ടിന് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ മനസ്സിലാവും. റഷ്യൻ പാസ്പോർട്ടിൻ്റെ വാല്യൂ എന്താണ്. നമ്മളിവിടെ ഇമിഗ്രേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആളുടെ ഗ്യാരണ്ടിയിൽ എല്ലാം നടക്കും. ജോലി വരെ കിട്ടണമെങ്കിൽ സിമ്പിളാണ്. ഞാൻ എനിക്കങ്ങനെ ജോലിയൊന്നും പെട്ടെന്ന് അത് എന്താ പറയുക, അതൊക്കെ ഒരു നിമിത്തമാണ്. നമുക്ക് നമ്മുടെ കയ്യിലല്ല. എനിക്ക് എൻ്റെ ഒരു പാസ്പോർട്ട് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ആ ഒരു പവർ ഉണ്ടാവും എപ്പോഴും. കാരണം റഷ്യൻ ഫെഡറേഷനിലുള്ള ഒരു വ്യക്തി റഷ്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ അവർ തരും. അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസൺ ഡയറക്റ്റ് പോയി ഒരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ അത്ര ഈസി ആയിട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്നാലും പക്ഷേ പ്രോപ്പർ സാലറി കിട്ടുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്ക് ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനൊന്നും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവർക്ക് ഇതുവരെ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഇത്രയും കാലം ഇവർ നല്ല അടിപൊളിയായിട്ടാണ് ഇവർ ലൈഫൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവരെ കാര്യങ്ങൾ ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ പറഞ്ഞു വൈകുന്നേരം ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങും, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി, ഡയറക്റ്റ് കാണാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഞാൻ ഡയറക്റ്റ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ കുറച്ച് കാലം ഞാൻ മോസ്കോയിലുണ്ടാവും. ഞാൻ മോസ്കോയിലേക്ക് ഇവരെ കണ്ടു. നമ്മളെ പഴയ ആൾക്കാരെയൊക്കെ കണ്ടപ്പം അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്നുണ്ട്, നല്ല ലൈഫാണ് എന്നൊക്കെ കേട്ടപ്പം വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോർപ്പറേറ്റായിട്ട് സഹകരിച്ചത് താങ്ക് യു ബ്രോ. അപ്പോൾ എല്ലാവരും ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ ബാക്കിയുള്ളവർ റൂമിലാണുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എന്തായാലും വീഡിയോ വീണ്ടും പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള പുതിയ നിങ്ങൾക്ക് വിശ്വാസമുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ മാത്രം നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസികൾക്ക് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.